ഇത് മെമ്മറി ആൻഡ് ഫൊഗറ്റിങ്ങിന്റെ മൂന്നാമത്തെ ഭാഗമാണ്. ഓക്കെ, സൈക്കോളജി മൊഡ്യൂൾ 3ന്റെ ഭാഗമായിട്ടാണ് മെമ്മറി ആൻഡ് ഫൊഗറ്റിംഗ്. ഇതിന്റെ ആദ്യത്തെ 2 പാർട്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോസ് കാണാൻ വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടതിന് ശേഷം പാർട്ട് 3യിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ഈ ഒരു സ്ലൈഡായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് മോഡലിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ അവിടെ നടത്തി. ആൻഡ് വി സെഡ് നമ്മൾ ഇനി ഇതിന്റെ കോർ കോൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. സോ ദീസ് ആർ ദ കോർ കോൺസെപ്റ്റ്സ് ഓഫ് ദ ലെവൽ ഓഫ് പ്രോസസ്സിംഗ്, അല്ലെങ്കിൽ അതിനെ ഷോർട്ട് ആയിട്ട് ഇങ്ങനെ എഴുതും, LOP, ലെവൽ ഓഫ് പ്രോസസ്സിംഗ്. അപ്പോൾ ഇത് കണ്ടിരുന്നാലും ലെവൽ ഓഫ് പ്രോസസ്സിംഗ് മോഡലിനെ ആണ് റെഫർ ചെയ്യുന്നതെന്നുള്ളത് ചോദ്യ പേപ്പറിൽ അഥവാ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് പ്രോസസ്സിംഗ് ആണ്. അപ്പൊ ഈ ലെവൽ ഓഫ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ LOP മോഡൽ ശരിക്കും സജസ്റ്റ് ചെയ്യുന്നത് ആ ഡെപ്ത് ഓഫ് പ്രോസസ്സിംഗ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ഡിറ്റർമിനിങ് ഹൗ വെൽ ഇൻഫർമേഷൻ ഇസ് റിമെമ്പേർഡ്. അപ്പൊ നമ്മൾ ആ ഒരു ഡെപ്ത് ഓഫ് പ്രോസസ്സിംഗ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ എന്തുമാത്രം ആഴത്തിൽ അതിനെ നമ്മുടെ മൈൻഡ് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത്. അപ്പോൾ ആ ഡെപ്ത് ഓഫ് പ്രോസസ്സിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമ്മൾ ഇൻഫർമേഷൻ എത്ര നല്ലതായിട്ട് ഓർത്തിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് നല്ല ഓർമ്മയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിച്ചിരിക്കുന്നു. അതാണ്, നമ്മൾ ആഴത്തിൽ ആ ഇൻഫർമേഷനെ നമ്മൾ പ്രോസസ്സ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം ഡെപ്ത് ഓഫ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എഗെയിൻ അത് നമ്മൾ എടുക്കുന്ന ആ ഒരു കോഗ്നിറ്റീവ് എഫേർട്ടാണ്. ആ ഒരു ഇൻഫർമേഷൻ എൻകോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന കോഗ്നിറ്റീവ് എഫേർട്ടിനെയാണ് ഡെപ്ത് ഓഫ് പ്രോസസ്സിംഗ് എന്ന് ശരിക്കും പറയുന്നത്. അപ്പൊ ഇനി എന്താ പറയേണ്ടത്? ഈ ഡെപ്ത് ഓഫ് പ്രോസസ്സിംഗ് തന്നെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ഒന്ന് ഷാലോ പ്രോസസ്സിംഗ് ഉണ്ട്, മറ്റൊന്ന് ഡീപ്പ് പ്രോസസ്സിംഗ് ഉണ്ട്. എന്താണ് ഈ ഷാലോ പ്രോസസ്സിംഗ്? എൻഗേജിങ് വിത്ത് ദ ഇൻഫർമേഷൻ അറ്റ് ദ സർഫസ് ലെവൽ. സർഫസ് ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അതിലേക്ക് നമ്മൾ ആഴത്തിൽ പോകുന്നില്ല. ആ ഒരു ഇൻഫർമേഷൻ ഓക്കെ, നമ്മളത് കേട്ട് അല്ലെങ്കിൽ നമ്മളത് കണ്ട്, ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ശ്രദ്ധിച്ചില്ല, ഞാനതങ്ങ് വിട്ട് എന്ന് നമ്മൾ പറയത്തില്ലേ? അതാണ് ആ ഒരു ഷാലോ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഡീപ്പ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോഴോ എൻഗേജിങ് വിത്ത് ഇൻഫർമേഷൻ അറ്റ് എ മീനിങ് ഫുൾ മേ ബി കോൺസെപ്ച്വൽ ലെവൽ. അപ്പോൾ ആ ഒരു ഇൻഫർമേഷനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനെ കുറെ കൂടെ അർത്ഥം മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പോകുന്നു. അപ്പോഴല്ലേ നമ്മൾ അതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും ഒരു വാർത്ത നമ്മൾ കേട്ടു എന്നിരിക്കട്ടെ, ആരെങ്കിലും കുറിച്ചുള്ള എന്തെങ്കിലും കാര്യം നമ്മൾ കേട്ട് നമ്മൾ അന്വേഷിച്ചിറങ്ങൂല്ലേ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. അതാണ് ഡീപ്പ് പ്രോസസ്സിംഗ് എന്ന് കണക്കാക്കുക. ഓക്കെ, ഈ ഒരു മോഡൽ അനുസരിച്ച് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ദ ഡീപ്പർ ദ ലെവൽ ഓഫ് പ്രോസസ്സിംഗ്, അതായത് എന്തുമാത്രം ഡീപ്പായിട്ട് നമ്മൾ പ്രോസസ് ചെയ്തിട്ടുണ്ടോ, ദ സ്ട്രോങ്ങർ ആൻഡ് മോർ ഡ്യൂറബിൾ ദ മെമ്മറി ട്രേസ് വിൽ ബി. അതാണ് ഇവിടെ ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? എത്രത്തോളം ഡീപ്പറായിട്ട് നമ്മൾ പ്രോസസ്സിംഗ് നടത്തിയിരിക്കുന്നോ അത്രത്തോളം സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രത്തോളം സ്ട്രോങ് ആയിട്ട് ഒരുപാട് നാള് നമുക്ക് അതിൻ്റെ ഓർമ്മയുണ്ടാകും എന്നുള്ളതാണ്. നേരെ മറിച്ച് അതിൻ്റെ ആ ഒരു എന്താ പറയേണ്ടത്, ഷാലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് നമ്മൾ നടത്തിയിരിക്കുന്നത് എങ്കിൽ ഒരു വീക്ക് ലെസ് ഡ്യൂറബിൾ മെമ്മറി ട്രേസസ് ആയിരിക്കും. അപ്പൊ ലെസ് ഡ്യൂറബിൾ എന്ന് പറയുമ്പോഴോ അതിൻ്റെ കാലാവധി കുറഞ്ഞിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് പിന്നീട് ആ ഒരു ഇൻഫർമേഷനെ കുറിച്ച് ഓർക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ പറയുന്ന കള്ളങ്ങൾ നമുക്ക് പിന്നെ ഓർക്കാൻ പറ്റത്തില്ല അല്ലേ? കാരണം എന്താ? അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിക്കാതെയാണ് നമ്മൾ ആ കാര്യങ്ങൾ പറയുന്നത് അല്ലേ? അതുകൊണ്ട് അപ്പൊ ഡീപ്പായിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ കൊച്ചു കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന തമാശ രൂപത്തിൽ പറയുന്നത് നമുക്കിത് ഓർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ പറഞ്ഞതാണ് ഈ കള്ളം പറയുന്നതിന്റെ കാര്യം. ഓളെ സോ ഇത് ഒരു കോൺസെപ്റ്റ്, അതിന്റെ ഡെപ്ത് ഓഫ് പ്രോസസ്സിംഗ്. അപ്പം നമ്മൾ എന്താ പറയേണ്ടത്? ഷാലോ പ്രോസസ്സിംഗ് എന്താണ്, ഡീപ്പ് പ്രോസസ്സിംഗ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഇനി അടുത്തത് നമുക്ക് ഈ ഷാലോ പ്രോസസ്സിങ്ങിനെ എടുത്ത് ഒന്നും കൂടെ നമുക്ക് ഒന്ന് ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം. ഷാലോ പ്രോസസ്സിങ്ങിൽ എഗെയിൻ ഒരു സ്ട്രക്ചറൽ വിഷ്വൽ പ്രോസസ്സിംഗ് വരുന്നുണ്ട്.
അപ്പോൾ ഇതെന്താണ് ഈ സ്ട്രക്ചറൽ വിഷ്വൽ പ്രോസസ്സിംഗ്? അതുകൂടാതെ നമുക്ക് ഷാലോ പ്രോസസ്സിംഗിൽ തന്നെ ഒരു ഫോണമിക് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ അക്കോസ്റ്റിക് പ്രോസസ്സിംഗ് എന്ന് ഇവിടെ പറയും. സോ ദാറ്റ് ഈസ് ടു ഡു വിത്ത് ദ സൗണ്ട് അല്ലെ. നമുക്ക് ഇത് രണ്ടും എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഷാലോ പ്രോസസ്സിംഗിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബേസിക് ആയിട്ടുള്ള റെക്കഗ്നിഷൻ ആൻഡ് എൻകോഡിംഗ് ഓഫ് ഇൻഫർമേഷൻ അറ്റ് ദ സർഫസ് ലെവൽ. സർഫസ് ലെവൽ ആണ് ആ ബേസിക് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അതിനെ ഒന്ന് തിരിച്ചറിഞ്ഞു. ഓക്കെ, ഒന്ന് തിരിച്ചറിഞ്ഞ് ആൻഡ് ആ ഒരു സർഫസ് ലെവൽ ഓക്കെ തിരിച്ചറിഞ്ഞ് അത്ര തന്നെ. അതിനെക്കുറിച്ച് നമ്മളൊരു ആപ്പിൾ കണ്ട് ആ ആപ്പിളിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്ന എങ്ങനെയാണ്? നമ്മൾ ആ ആപ്പിളിനെ തൊടണം, ചിലപ്പോൾ അതിനെ കഴിക്കണം അല്ലെ, കഴിക്കാനായിട്ട്. പിന്നെ അതിൻ്റെ അത് കഴിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. പിന്നെ ഈ ആപ്പിളിനെ കുറിച്ച് ആഴത്തിൽ നമുക്ക് പഠിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വിറ്റമിൻസ് ഉണ്ട്, എന്തൊക്കെ ഇല്ല, എത്രത്തോളം അതിനകത്ത് വെള്ളമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും കൂടുതൽ പഠിക്കുന്നത്. അതാണ് ഷാലോ പ്രോസസ്സിങ്ങിന്റെ ഓപ്പോസിറ്റ്, ഡീപ് പ്രോസസ്സിങ്. ഷാലോ എന്താണ്? ജസ്റ്റ് ബേസിക് റെക്കഗ്നിഷൻ, കണ്ട് ആപ്പിൾ അത്ര തന്നെ. അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അത് ആപ്പിൾ ആണെന്നുള്ള കാര്യം നമ്മൾ ആ ഒരു സർഫസ് ലെവലിൽ അവിടെ എൻകോഡ് ചെയ്തു. Now, this will result in weak and temporary memory traces. അപ്പൊ ഈ ആപ്പിളിന്റെ കാര്യത്തിൽ നമ്മൾ ജസ്റ്റ് അതിനെ ഒന്ന് കണ്ടു അങ്ങ് പോയി എന്നുള്ളത് അത് വീക്ക് ആയിരിക്കും. ടെമ്പററി ആയിട്ടുള്ള മെമ്മറി ട്രേസസേ നമുക്ക് നിലനിൽക്കത്തുള്ളൂ. അപ്പൊ ടിപ്പിക്കലി ഇതിനകത്ത് വരുന്ന എന്താണ്? ഞാൻ ഈ പറഞ്ഞതുപോലെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആ ഒരു സ്റ്റിമുലസിന്റെ അല്ലെ. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ആ സൂപ്പർഫിഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ. ഇനി അതല്ലെങ്കിൽ അതിന്റെ അടുത്തോട്ട് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അതിനെ എടുത്ത് നമ്മൾ മൂക്കിൽ വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഒരു മണം നമുക്ക് തട്ടിയേക്കാം അല്ലെ. അപ്പൊ അതാണ് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പോകുന്നില്ല, പുറമേ കാണുന്നതെന്നാണ് സൂപ്പർഫിഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് അർത്ഥം. ഇപ്പൊ സൂപ്പർഫിഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ സ്ട്രക്ചർ വരാം, അതിന്റെ അപ്പിയറൻസ് വരാം. ഇനി എന്തെങ്കിലും നമ്മൾ കേട്ടതാണെങ്കിൽ ഒരു സൗണ്ട് വരാം. ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സൗണ്ട് വരുന്ന ആ സൗണ്ട് നമ്മളൊന്ന് കേട്ട്, പക്ഷേ അതിന്റെ അർത്ഥവുമായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യുന്നില്ല. വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ സൗണ്ട് കേൾക്കും. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഒരു പ്രത്യേക തരം സൗണ്ട് കേട്ട്, ആ സൗണ്ട് കേട്ട് നമ്മൾ അതിനെ അങ്ങ് അവഗണിച്ചു. ഷാലോ പ്രോസസ്സിംഗ്. ആ സൗണ്ട് കേട്ടിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിച്ച് എവിടെ നിന്ന് എന്ത് സൗണ്ട് എന്നുള്ളത് നോക്കാൻ പോകുമ്പോൾ ഡീപ് പ്രോസസ്സിംഗ്. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഷാലോ പ്രോസസ്സിംഗ് തന്നെ രണ്ട് തരത്തിലുണ്ട്. സ്ട്രക്ചറൽ അല്ലെങ്കിൽ വിഷ്വൽ പ്രോസസ്സിംഗ് ആൻഡ് ഫോണമിക് അല്ലെങ്കിൽ അക്കോസ്റ്റിക് പ്രോസസ്സിംഗ്. അപ്പൊ സ്ട്രക്ചറൽ പ്രോസസ്സിംഗ് എന്താണ്? ഇതിനകത്ത് വരുന്നത് ഫിസിക്കൽ അപ്പിയറൻസിലാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഒരു വാക്കെടുത്ത് നോക്ക്, അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റ് എടുത്ത് നോക്ക്, അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസ്. നമ്മൾ എങ്ങനെയാണ് ഈ വാക്കുകളെ വായിക്കുന്നത്? ഇത് ഷാലോ ആണ് ഇവിടെ എഴുതിയേക്കുന്നതെന്ന് വായിക്കാനായിട്ട് നിങ്ങൾ SHALLOW എന്ന് വായിച്ചിട്ടല്ലല്ല അത് ഷാലോ ആണെന്ന് മനസ്സിലാക്കിയത്. ഒരൊറ്റ നോട്ടത്തിൽ അത് ഷാലോ ആണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? അതെന്തുകൊണ്ടാ? നമ്മുടെ മനസ്സ് ഈ അക്ഷരങ്ങളെ ഇമേജസ് ആയിട്ടാണ് പ്രോസസ് ചെയ്യുന്നത്. ആൻഡ് അത് നമ്മുടെ കണ്ണിലൂടെ വിഷ്വൽ ആയിട്ടാണ് നമുക്ക് ആ ഒരു ഇമേജ് അവിടെ വരുന്നത് അല്ലെ. അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് ആണ് ആ ഒരു വേർഡിന്റെ അല്ലെങ്കിൽ ആ ഒരു ഓബ്ജക്റ്റിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഒരു വേർഡ് അപ്പർ കേസിലാണോ ലോവർ കേസിലാണോ എഴുതിയേക്കുന്നത്. അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ, ലോവർ കേസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റേഴ്സിൽ അല്ലെ. ഒരൊറ്റ നോട്ടത്തിൽ നമുക്കറിയാം അത് അപ്പർ കേസിലാണോ ലോവർ കേസിലാണോ എന്നുള്ളത്. അപ്പൊ ഈ ടൈപ്പ് ഓഫ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു വാക്കിന്റെ അർത്ഥം അതിനകത്ത് മനസ്സിലാക്കുന്നില്ലേ? നമ്മൾ അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ മാത്രമേ നമ്മൾ അവിടെ മനസ്സിലാക്കിയുള്ളൂ. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് റിട്ടൻഷൻ കുറഞ്ഞു നിൽക്കും എന്നുള്ളത് അർത്ഥം. ഇനി അതേപോലെ തന്നെ നമ്മൾ അടുത്തത് ആ ഒരു ഫോണമിക്കിന്റെ സൈഡിലോട്ട് പോയാലോ. ഫോണമിക് അല്ലെങ്കിൽ അക്കോസ്റ്റിക് പ്രോസസ്സിംഗ് ഷാലോയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പ്രോസസ്സിംഗ് ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ സൗണ്ട് ഇറ്റ് മേക്സ്. ഇവിടെ ഇറ്റ് മേക്സ് എന്ന് പറഞ്ഞാൽ എന്ത് സാധനത്തിനെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു സാധനം ഉണ്ടാക്കുന്ന സൗണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാഹനമാകാം. ഓക്കെ, അപ്പോ ഇതിനകത്ത് ആ ഒരു സൗണ്ട് അല്ലെങ്കിൽ ആ ഒരു വേർഡ്, നമ്മളിപ്പോൾ ഒരു അക്ഷരത്തിന്റെ കാര്യം അല്ലെങ്കിൽ ഒരു വാക്കിന്റെ കാര്യം നമ്മൾ എടുത്താല് ഒരു വേർഡിന്റെ സൗണ്ട് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അത് പറയുമ്പം എന്തായിരിക്കും അതിന്റെ സൗണ്ട് വരിക എന്നുള്ളത്. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു 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 റൈമിങ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ള നോക്കാം. മറ്റു വാക്കുകളുമായിട്ട് കവിതകൾ വായിക്കുമ്പോഴത്തേക്ക് മിക്കവാറും അവസാനം
ഓരോ വരിയുടെയും അവസാനം വരുന്ന വാക്കുകൾ റൈം ചെയ്തായിരിക്കും അല്ലേ പോകുന്നത്. അവ ഒരേപോലത്തെ അക്ഷരത്തിൽ വന്ന് അവസാനിക്കുന്നതിനെയാണ്, അതാണ് അതിന്റെ റൈം സ്കീം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ ഇനി ഇവിടെ ദിസ് തിങ് ഇസ് സ്ലൈറ്റ്ലി ഡീപ്പർ ദാൻ സ്ട്രക്ചറൽ പ്രോസസ്സിംഗ്. ഈ ഫോണമിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ പ്രോസസ്സിംഗ് നമ്മൾ നേരത്തെ നോക്കിയത് സ്ട്രക്ചറൽ പ്രോസസ്സിങ്ങിനേക്കാളും കുറച്ചും കൂടെ ഡീപ്പർ ആണ് ഈ ഒരു ഫോണമിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ തന്നെയാണെങ്കിലും സ്റ്റിൽ ഈ ഒരു പ്രോസസ്സിംഗ് ഡസ് നോട്ട് എൻഗേജ് വിത്ത് ദ മീനിങ് ഓഫ് ദ വേർഡ്. നോക്ക്, അതിന്റെ സൗണ്ടിൽ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, നമ്മൾ അതിന്റെ അർത്ഥത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഡീപ്പറായിട്ട് ഞാനിവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ സൗണ്ടിനെ ആ വാക്കിനെ നമുക്ക് കാണാം, അത് നമ്മുടെ സ്ട്രക്ചറൽ പ്രോസസ്സിംഗ്. ആ വാക്ക് ആരെങ്കിലും ഉച്ചരിച്ചാലും നമുക്കത് കേൾക്കാം. അതിനെയാണ് നമ്മളിവിടെ ഫോണമിക് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ആ ഒരു അക്കോസ്റ്റിക് പ്രോസസ്സിംഗ് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ അതിന്റെ അർത്ഥത്തിലേക്ക് പോയി പിന്നെ അതിന്റെ സ്പെല്ലിംഗ് എന്താണ്, അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്, അതിന്റെ സിനോണിം എന്താണ് അതൊരു ഒരു വാചകത്തിൽ അതിനെ എങ്ങനെ ഉപയോഗിക്കാം, അങ്ങനെ നമ്മൾ നോക്കുമ്പം ഇറ്റ് ഗോസ് ഡീപ്പർ ആൻഡ് ഡീപ്പർ. ഈ അക്വസ്റ്റിക് പ്രോസസ്സിംഗിൽ അങ്ങനെ ഡീപ്പായിട്ട് നമ്മൾ പോകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എന്താ പറയേണ്ടത്, റിട്ടൻഷൻ കുറച്ച് കുറഞ്ഞു നിൽക്കുന്നത്, ആ ഒരു ഡീപ്പർ ലെവലിനേക്കാളും കുറഞ്ഞു നിൽക്കുന്നത് അല്ലേ. ഈ റൈമിങ് വേർഡ്സ് നോക്കിയേ, കാറ്റ്, പാറ്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു വാക്കുകൾ, അതെല്ലാം നമുക്ക് ഒരേപോലെ തോന്നും അതിന്റെ അർത്ഥം നമ്മൾ കൺസിഡർ ചെയ്തില്ല എങ്കിൽ അല്ലേ. അപ്പൊ എന്താണ്, ഈ രണ്ട് ഫോംസും, അതായത് ഷാലോ പ്രോസസ്സിംഗ് ആയിരുന്നാലും ശരി, സ്ട്രക്ചറൽ പ്രോസസ്സിംഗ് ആയിരുന്നാലും ശരി, അതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് വീക്ക് ആയിട്ടുള്ള മെമ്മറി അല്ലെങ്കിൽ വീക്ക് ആയിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കുകയുള്ളൂ. കാരണം എന്താ പറയണ്ടേ, അതിന്റെ ആ പുറമേ കാണുന്ന ഫീച്ചേഴ്സിൽ മാത്രമേ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ആ ഒരു സംഗതിയുമായിട്ട് എൻഗേജ് ചെയ്ത് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല, അതിനെക്കുറിച്ച് ആഴത്തിൽ നമ്മൾ പഠിക്കുന്നില്ല അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ട്. ഓക്കെ, സോ അടുത്തത് ലെറ്റ്സ് ലുക്ക് അറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് ഡീപ്പ് പ്രോസസ്സിംഗ്. ഇപ്പൊ ഡീപ്പ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷനെ നമ്മൾ എൻകോഡ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ ഷാലോ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ഷാലോ പറഞ്ഞതിന്റെ. അപ്പോൾ ഇൻഫർമേഷനെ നമ്മൾ എൻകോഡ് ചെയ്യുന്നു, പക്ഷെ ഇവിടെ എൻകോഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുറെ കൂടെ അർത്ഥവത്തായിട്ടുള്ള വളരെ വിപുലീകരമായ ഒരു മാർഗത്തിലൂടെ അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിച്ച് നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ എൻകോഡ് ചെയ്ത്. അപ്പൊ എൻകോഡിങ് എന്താണ്, നമ്മുടെ ബ്രെയിനിലേക്ക് കയറ്റുന്നതാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു വ്യക്തി ഇസ് ഫോക്കസിങ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ സ്റ്റിമുലസ്. ഇതെല്ലാം ഒരു സ്റ്റിമുലസ് ആണ്. നമ്മൾ കാണുന്ന, നമ്മൾ ആപ്പിളിനെ കണ്ട്, നമ്മൾ വാഹനത്തിനെ കണ്ട്, വാഹനത്തിന്റെ സൗണ്ട് നമ്മൾ കേട്ട്, ഇതാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റിമുലസിനെ കുറെ കൂടെ ഇന്റർപ്രറ്റ് ചെയ്ത്, അപ്പൊ ജസ്റ്റ് റെക്കഗ്നിഷൻ അല്ല, തിരിച്ചറിവ് മാത്രമല്ല, അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ആഴത്തിൽ പഠിക്കുന്നു. എന്തുകൊണ്ട് ആ ഒരു സൗണ്ട് ഉണ്ടായി, എന്തൊക്കെ എനിക്ക് ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആപ്പിളിൽ എന്തൊക്കെ അടങ്ങിയിരിപ്പുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ഡീപ്പായിട്ട് അവിടെ പഠിക്കുക. സോ വെൻ ഇൻഫർമേഷൻ ഇസ് പ്രോസസ്ഡ് ഡീപ്ലി, അതിന്റെ എഫക്റ്റ് എന്താണ്, ഇറ്റ് ഇസ് മോർ ലൈക്ലി. ഇവിടെയും നമുക്ക് 100% ഉറപ്പെന്ന് പറയാൻ കഴിയില്ല, കാരണം പല വ്യക്തികളുടെയും ബ്രെയിൻ പല രീതിയിൽ പ്രവർത്തിക്കും. അപ്പോൾ ഒരു ശരാശരി, ഒരു ആവറേജ് നമുക്ക് പറയാം, they are more likely to be stored in the long-term memory and easily retrieved later. അപ്പോൾ ലോങ് ടേം മെമ്മറിയിലേക്ക് അത് കടന്നു കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് അതേപോലെ ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്നതും വളരെയധികം ഈസി ആയിട്ട് നമുക്ക് ഇവിടെ നടക്കും എന്നുള്ളത്. ഇനി ഈ ഡീപ്പ് പ്രോസസ്സിങ്ങിനകത്ത് സെമാൻറ്റിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഡീപ്പ് പ്രോസസ്സിങ്ങിന്റെ ഭാഗം. അപ്പൊ സെമാൻറ്റിക് പ്രോസസ്സിൽ എന്താ വരുന്നത്, ഇത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തന്നെയാണ്, പക്ഷേ ബേസ്ഡ് ഓൺ ഇറ്റ്സ് മീനിങ്. അതൊരു മറ്റേ ലെവലാണ് അല്ലെ, ഒരു അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകുന്നത്. അതിന്റെ അർത്ഥത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ അതിനെ പ്രോസസ് ചെയ്യുകയാണ്. അതാണ് സെമാൻറ്റിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ലെവൽ ഓഫ് പ്രോസസ്സിംഗ് ഇസ് മച്ച് മോർ എഫക്റ്റീവ് ആൻഡ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള മെമ്മറി ട്രേസ് അത് ക്രിയേറ്റ് ചെയ്യും. കാരണം എന്താ പറയേണ്ടത്, ഈ രീതിയിലുള്ള ഒരു പ്രോസസ്സിംഗ് നടക്കണമെങ്കിൽ ആ ഒരു വ്യക്തി ആ ഒരു കോണ്ടന്റ്, ആ ഒരു മെറ്റീരിയലുമായിട്ട് ഹി ഹാസ് ടു എൻഗേജ്, അതിനെ കൂടുതൽ മനസ്സിലാക്കണം, അതിനെ അറുത്ത് മുറിച്ച് അതിന്റെ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആക്കി മനസ്സിലാക്കി വരിക.
അപ്പോഴാണ് നമ്മളിൽ ഓൾറെഡി അതിന്റെ നോളജ് ഉണ്ട്. എന്താണ് നമുക്കുള്ള നോളജ്? ആപ്പിളിന് ചുവപ്പ് നിറമാണെന്നും അതിന്റെ ഷേപ്പും അങ്ങനെ സ്ട്രക്ചറൽ ഇൻഫർമേഷൻ അവിടെയുണ്ട്. ആ സ്ട്രക്ചറൽ ഇൻഫർമേഷന്റെ പുറത്താണ് ഈ ഇൻഫർമേഷനും കൂടെ ആഡ് ചെയ്ത് അങ്ങ് പോകുന്നത്. ഓക്കെ, ഇനി ആ ഒരു ഡീപ്പ് പ്രോസസ്സിംഗ് ലെവൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ എഗെയിൻ വ്യക്തികൾ എന്താണ് ചെയ്യുന്നത്? കൊഗ്നിറ്റീവ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതാണ് ഡീപ്പ് പ്രോസസ്സിംഗിൽ എന്തൊക്കെ കൊഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ എന്താണ് കൊഗ്നിറ്റീവ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്താണ് കൊഗ്നിറ്റീവ് ആക്ടിവിറ്റീസ്? നമ്മൾ ചെയ്യുന്ന കൊഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഈ ഒരു പ്രോസസ്സിംഗിൽ? ആദ്യം എലാബറേറ്റീവ് റിഹേഴ്സൽ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഈ റിഹേഴ്സലിന്റെ ഫലമായിട്ട് എന്താ ശരിക്കും കിട്ടുന്നത്? പുതിയ ഇൻഫർമേഷനെ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് നോളജുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് കഴിയുന്നു. അപ്പോൾ എക്സിസ്റ്റിംഗ് നോളജ്, നമുക്ക് ഓൾറെഡി ഉള്ള നോളജുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്താനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടെ ഒരു സ്ട്രോങ്ങർ എൻകോഡിങ് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ rather than just repeating a word, നമ്മൾ വെറുതെ ഒരു വേർഡ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം നമ്മൾ എന്താ പറയേണ്ടത്? എങ്ങനെ അതൊരു സെന്റൻസിൽ ഉപയോഗിക്കാം എന്നുള്ള ആ ഒരു മാർഗം കൂടെ ചിന്തിക്കുകയാണെങ്കിൽ, എന്നിട്ട് അത് പല സെന്റൻസിൽ വാചകങ്ങളിൽ ഉപയോഗിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ അതാണ് കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ടുള്ള ഒരു റിഹേഴ്സൽ നടക്കും എന്ന് പറയുന്നത്. മറ്റൊന്ന് സെൽഫ് റെഫറൻസിങ് ആണ്. അപ്പൊ ഇവിടെ ഈ സെൽഫ് റെഫറൻസിങ് എന്ന് പറയുന്നത് മറ്റൊരു കോഗ്നിറ്റീവ് പ്രവർത്തനം നമ്മുടെ മനസ്സിൽ നടക്കുന്നതാണ്. അതായത് ഇൻഫർമേഷനെ നമ്മൾ പ്രോസസ് ചെയ്യാണ് ബൈ റിലേറ്റിംഗ് ഇറ്റ് ടു വൺ സെൽഫ്, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ എന്ന്? നമ്മൾ എന്തെങ്കിലും ഒരു സംഗതി എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെ? കുഞ്ഞു കുട്ടികളെടുത്ത് മക്കളെ ആ വെള്ളം ചൂടാണ്, അതിൽ ചെന്ന് തൊടല്ലേ എന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകില്ല. അവർ ആ വെള്ളത്തിൽ ചെന്ന് തൊടുമ്പോഴേ അവർക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്ന, ഓ ഇതാണ് ചൂടെന്ന് പറയുന്നതല്ലേ എന്നുള്ള. സോ ദാറ്റ് ഇസ് കോൾഡ് സെൽഫ് റെഫറൻസിങ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്. അതും നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നത്. ആൻഡ് ദെൻ ആ ഒരു മറ്റേ ഡീപ് പ്രോസസ്സിംഗിൽ നടക്കുന്ന അടുത്ത ഒരു കോഗ്നിറ്റീവ് ആക്ടിവിറ്റിയാണ് കാറ്റഗറൈസേഷൻ. കാറ്റഗറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പല ഗ്രൂപ്പാക്കി തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള കാറ്റഗറീസിലേക്ക് മാറ്റുന്നത്. എന്തിനാണ് നമ്മൾ കാറ്റഗറി ആക്കി തിരിക്കുന്നത്? ഓരോന്നും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ? നമ്മളിപ്പോ വീട്ടിലായിരുന്നാലും നമ്മുടെ അലമാരിയിൽ നമ്മൾ തുണി അടുക്കി വെക്കുമ്പോൾ നമ്മൾ സാരി എല്ലാം ഒരിടത്ത് വെക്കും, ഷർട്ട് എല്ലാം ഒരിടത്ത് വെക്കും, പാന്റ് എല്ലാം ഒരിടത്ത് വെക്കും അല്ലെ? അണ്ടർ ഗാർമെന്റ്സ് എല്ലാം മറ്റൊരു സെക്ഷനിൽ വെക്കും. ഇതെന്തിനാ നമ്മൾ ഇങ്ങനെ അടുക്കി പറക്കി വെക്കുന്നത്? നമ്മൾ ഈ അടുക്കി പറക്കി വെക്കുന്നത് നമുക്ക് പിന്നീട് ഓടി വന്ന് അവിടെ നിന്ന് എടുക്കാൻ നോക്കുമ്പം കറക്റ്റ് നമുക്കറിയാം അത് എവിടെ ഇരിക്കുന്നെന്ന്. അപ്പൊ ഷർട്ടിന്റെ ഒരു കാറ്റഗറി, പാന്റിന്റെ ഒരു കാറ്റഗറി, സാരിയുടെ ഒരു കാറ്റഗറി, ടവലിന്റെ ഒരു കാറ്റഗറി, മനസ്സിലായില്ലേ? അപ്പൊ ഈ കാറ്റഗറൈസേഷൻ നമ്മുടെ ബ്രെയിനും നടത്തും. അപ്പൊ ഇങ്ങനെ ഈ കാറ്റഗറി, അതായത് ഈ കാറ്റഗറിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അവിടെ വെക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഡിഫറെന്റ് പീസസും അതായത് ആ സെയിം കാറ്റഗറിയിലുള്ള ഡിഫറെന്റ് പീസസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ആൻഡ് ആ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യുന്നത്, റീകോൾ ചെയ്യുന്നത്, പുറത്തേക്ക് കൊണ്ടുവരുന്നത് കുറെ കൂടെ ഈസി ആകും എന്നുള്ളതാണ്. ബിക്കോസ് ഡീപ് പ്രോസസ്സിംഗ് ഇൻവോൾവ്സ് ഗ്രേറ്റർ കോഗ്നിറ്റീവ് എഫേർട്ട്, ഇറ്റ് ലീഡ്സ് ടു മോർ എലാബറേറ്റ് മെമ്മറി റെപ്രസെന്റേഷൻസ് ആൻഡ് ബെറ്റർ റീകോൾ. അപ്പൊ ഇത് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം ആയിട്ട് നമുക്ക് കിട്ടുന്ന സംഗതി തന്നെയാണ്. കാരണം ഡീപ് പ്രോസസ്സിംഗ് നടക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി അവിടെ ഒരു ബെറ്റർ എഫേർട്ട് അവിടെ ഇടുന്നുണ്ടല്ലേ? നമ്മൾ മനഃപൂർവ്വം വേണമെന്നും പറഞ്ഞ് നമ്മൾ അതിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നു, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഒരു എലാബറേറ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി റെപ്രസെന്റേഷൻ ആയി മാറും. ആൻഡ് നമുക്ക് അതിനെ ഓർത്തെടുക്കുന്നത് വളരെ ഈസി ആയിട്ട് വരും. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത് ഈ ക്രെയ്ഗിന്റെയും ടുൾവിങ്ങിന്റെയും എക്സ്പെരിമെന്റ്. അവർ ഇതിനെ റിലേറ്റ് ചെയ്ത് തന്നെ ഒരു എക്സ്പെരിമെന്റ് നടത്തിയതാണ് 1975. അപ്പോ അതിനെ
ക്രെയ്ഗ് ആൻഡ് ലൊക്കാർട്ട് മോഡൽ എന്ന് പറയാം. അപ്പൊ ഈ ഒരു മോഡൽ ദിസ് വാസ് സപ്പോർട്ടഡ് ബൈ എക്സ്പെരിമെന്റൽ റിസർച്ച്. അപ്പൊ എക്സ്പെരിമെന്റൽ റിസർച്ച് നടത്തി, അതുകൊണ്ടാണ് അവരുടെ ആ ഒരു എക്സ്പെരിമെന്റ് എന്ന് തന്നെ ഇതിനെ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് തന്നെയാണ്. അവിടെ ഈ ക്രെയ്ഗും ടുൾവിങ്ങും 75-ല് they demonstrated the effects of different levels of processing on memory retention. അവർ ശരിക്കും അതിനകത്ത് ആൾക്കാരെ കൊണ്ടുവന്ന് ആ ഒരു ഡിഫറെന്റ് ലെവൽസ് ഓഫ് പ്രോസസ്സിങ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് അവർ പ്രൂവ് ചെയ്തു, തെളിയിച്ചു എന്നുള്ളതാണ് ഈ ഒരു എക്സ്പെരിമെന്റിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ എന്താ ചെയ്തത്? പാർട്ടിസിപ്പൻസ് വേ ഗിവൻ ഡിഫറെന്റ് വേർഡ്സ്. പല പാർട്ടിസിപ്പൻസിനും പല വാക്കുകൾ കൊടുത്തു. എന്നിട്ട് അവരോട് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഈ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഒന്നുകിൽ അത് ഷാലോ പ്രോസസ്സിങ്ങിനെയാണ് അത് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന അല്ലെ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡീപ്പ് പ്രോസസ്സിങ്ങിനെ അത് പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. ഓക്കെ, നമുക്ക് ഈ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ അവര് ക്രെയ്ക്കും ടുൾവിങ്ങും അവർ ഈ എക്സ്പെരിമെന്റ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ ആ ഒരു ഫീൽ അവിടെ കിട്ടും എന്നുള്ളതാണ്. ഷാലോ പ്രോസസ്സിംഗ് ആണോ ഡീപ്പ് പ്രോസസ്സിംഗ് ആണോ എന്നുള്ളത് നമുക്ക് അവിടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളെ ഒരു ഇമേജ് കാണിക്കും. ഒരു ഇമേജ് കാണിച്ചിട്ട് ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ അതൊന്ന് മനസ്സിൽ കാണുക. ഓക്കെ, പെട്ടെന്ന് അതൊന്ന് ചെയ്തു പോയാൽ മതി. ഓളെ, സോ ഹിയർ വി ഗോ. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു പടമുണ്ട്. ഓക്കെ, അതാണ് നിങ്ങളിരുന്ന് ആ ഒരു എക്സ്പെരിമെന്റിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്തൊരു വാക്ക് എഴുതിയിട്ടുണ്ടല്ലേ, ഇവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതേ കണക്കുള്ള വാക്കായിരിക്കും ഞാൻ അതിനകത്ത് എഴുതിയേക്കുന്നത്. സോ ഇസ് ദിസ് വേർഡ് റിട്ടൺ ഇൻ അപ്പർ കേസ്? ഈ ഒരു വാക്ക് എഴുതിയിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണോ സ്മോൾ ലെറ്റേഴ്സിലാണോ? ആദ്യത്തെ ചോദ്യം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഈ ഒരു വേർഡ് ഹാറ്റ് എന്ന വാക്കുമായിട്ട് റൈമിങ് ആണോ? നിങ്ങളിപ്പോ ഈ കണ്ട വാക്ക് ഹാറ്റ് എന്നുള്ളത്, ഹാറ്റ് അതിന്റെ സൗണ്ടാണ് ഞാൻ കേൾപ്പിക്കുന്നത്. ഹാറ്റ് എന്നുള്ള വാക്കുമായിട്ട് റൈം ചെയ്യുന്നുണ്ടോ? ഈ വാക്ക് നോക്കിയേ, ഇത് ഒരു മൃഗമാണോ? ഈ വാക്കൊരു മൃഗമാണോ? ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് തിരിച്ച് ഇതിലേക്ക് വരാം, എങ്ങനെയാണ് ഇവർ ഇതിനെ ഇനി ഇന്റർപ്രറ്റ് ചെയ്തത് എന്നുള്ളത്. അപ്പോ ഈ അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ എന്നുള്ളത് ശരിക്കും എന്താ ഇവിടെ നമ്മൾ നോക്കുന്നത്? ഇത് അതിന്റെ വിഷ്വൽ ക്യാരക്ടറിസ്റ്റിക് ആണല്ലേ. കണ്ടാൽ അത് എങ്ങനെ ക്യാപിറ്റൽ ആണോ സ്മോൾ ലെറ്റർ ആണോ എന്നുള്ളത്. അപ്പൊ ഇവിടുത്തെ പ്രോസസ്സിംഗ് ലെവൽ ഏതാണ്? ഷാലോ പ്രോസസ്സിംഗ് ആണ് ഇവിടെ ശരിക്കും നടക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു പക്ഷേ എന്താ പറയേണ്ടത്, വെറുതെ നിങ്ങൾ അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമാണ് ആ ഒരു വേർഡിൻ്റെത് നോക്കിയത്, അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ എന്നുള്ളത്. ഇനി രണ്ടാമത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു വാക്ക് കാറ്റ് എന്നുള്ളത് ഹാറ്റുമായിട്ട് റൈം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ ആ ഒരു സൗണ്ട്, ഒരു സിമിലർ ആയിട്ടുള്ള സൗണ്ടാണ് ഞാൻ ഇവിടെ തന്നത്. അല്ലെങ്കിൽ ഇതാണ് ശരിക്കും ആ ഒരു ഫോണമിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതിന്റെ സൗണ്ട് നിങ്ങളെ കേൾപ്പിച്ചു, സൗണ്ട് ക്യാരക്ടറിസ്റ്റിക് ആണ്. അപ്പോൾ എന്താ ഇവിടെ ഈ ഒരു പ്രോസസ്സിംഗ് ലെവൽ എന്ന് പറയുന്നതാണ് ഒരു ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഫോണമിക് പ്രോസസ്സിംഗ് ലെവൽ എന്ന് ഇവിടെ പറയാം. അപ്പൊ ഇവിടെ ആ ഒരു പാർട്ടിസിപ്പന്റ് ഫോക്കസ് ചെയ്യുന്ന എന്തിനാണ്? അതിന്റെ സൗണ്ട്. ഇത് ഹാറ്റ് പോലെയാണോ ഇതിന്റെ സൗണ്ട്? നിങ്ങൾ ഒരു പക്ഷെ നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു സൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്ത് അത് മറ്റൊരു വേർഡുമായിട്ട് റൈം ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് താരതമ്യം ചെയ്ത് നോക്കി. അപ്പൊ എന്താ, ആ ഒരു ഷാലോ പ്രോസസ്സിങ്ങിനേക്കാളും സ്ലൈറ്റ്ലി ഒരു ഹയർ ലെവൽ പ്രോസസ്സിംഗ് നമ്മൾ ഇവിടെ നടത്തി, പക്ഷെ നമ്മൾ അതിന്റെ മീനിങ്ങിലേക്ക് പോയില്ല. അപ്പൊ ഇവിടെ ഇന്റർമീഡിയറ്റ് പ്രോസസ്സിംഗ് ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു മെമ്മറി റീകോൾ നമുക്ക് ഇവിടെ കാണും ഷാലോ പ്രോസസ്സിങ്ങിനേക്കാളും. എന്നാൽ ഈ ഒരു ചോദ്യത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ എന്താ പറഞ്ഞത്, ഈ വാക്ക് ഒരു മൃഗത്തിനെ റെപ്രസെന്റ് ചെയ്യുകയാണോ? യെസ്, ഡോഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതൊരു നായയാണെന്നുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ എന്താ ചെയ്തത്, നിങ്ങൾ അതിന്റെ ആ ഒരു സെമാന്റിക് മീനിങ്ങും ആയിട്ട് നിങ്ങൾ എൻഗേജ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ ഏത് കാറ്റഗറി ഓഫ് ആനിമലിലാണ് ഇത് വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് അപ്പോൾ ഒരു ഡീപ്പർ കോഗ്നിറ്റീവ് ഇൻവോൾവ്മെന്റ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായി അല്ലേ. അപ്പോൾ മെമ്മറി റിട്ടൻഷൻ ഇവിടെ എന്താ പറയണ്ടേ, കൂടുതലാണ്. കാരണം ഈ വാക്കിന്റെ അർത്ഥം നിങ്ങൾ പ്രോസസ് ചെയ്തു. സോ ഇറ്റ് ഈസ് ലൈക്ലി ടു ബി റിമെമ്പേർഡ് ബെറ്റർ എന്നുള്ളത്. അപ്പൊ ഇവരുടെ എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ അതിൽ നിന്ന് ശരിക്കും കാണുന്നത്? അതിന്റെ ഫൈൻഡിങ്സ്, വാക്കുകള്
പ്രോസസ് ചെയ്തത് ആ ഒരു എന്താ പറയേണ്ടത് ഡീപ്പ് ലെവൽ ബേസ്ഡ് ഓൺ മീനിങ് നമ്മൾ പ്രോസസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളത് ഓർത്ത് വെക്കാനുള്ള സാധ്യത കൂടുതലാണ് ആ ഒരു ഷാലോ ലെവലിനേക്കാളും. ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഏതൊക്കെയായിരുന്നു ആ വാക്കെന്ന് ഞാൻ അവസാനം നിങ്ങളോട് ഒന്നും കൂടെ ചോദിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്ന വാക്ക് ഡോഗ് എന്നുള്ളത് തന്നെയായിരിക്കും. പലരും ആദ്യത്തെ 2 വാക്കുകൾ ഇപ്പോൾ ഓൾറെഡി ഒരുപക്ഷെ മറന്നു പോയിട്ടുണ്ടാകും ഏതായിരുന്നു ആ വാക്കുകൾ എന്നുള്ളത്. കാരണം എന്താ, അത് ഡീപ് പ്രോസസ്സിംഗ് നടത്താനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചില്ല. അതിന്റെ ചോദ്യങ്ങളിലൂടെ ഞാൻ പ്രോത്സാഹിപ്പിച്ചത് അതിന്റെ ഷാലോ പ്രോസസ്സിംഗ് നടത്തുക എന്നുള്ളതായിരുന്നു ശരിക്കും ഞാൻ അവിടെ പ്രോത്സാഹിപ്പിച്ചത്, അല്ലേ? ഓൾറൈറ്റ്. സോ അപ്പോൾ ദിസ് കംപ്ലീറ്റ്സ് നമുക്ക് നമ്മുടെ ഈ ഒരു മെമ്മറി മോഡൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് വർക്കിംഗ് മെമ്മറി മോഡലാണ്. മറ്റൊരു മോഡലാണ്. വി വിൽ ഡിസ്കസ് ദിസ് മോഡൽ ഓൾസോ ഇൻ ദിസ് വീഡിയോ. വർക്കിംഗ് മെമ്മറി മോഡൽ. ഈ വർക്കിംഗ് മെമ്മറി മോഡൽ ഡെവലപ്പ് ചെയ്തത് 2 പേര്. അപ്പോൾ അതിൽ ആദ്യം ഒരു വ്യക്തി ആലൻ ബാഡ്ലി. ഓക്കെ, നോട്ട്സിലുണ്ട് ഈ പേര് കേട്ടോ, ആലൻ ബാഡ്ലി. മറ്റത് ഗ്രഹാം ഹിച്ച് ഹൈക്കർ എന്ന് പറയുന്നത് പോലെ ഗ്രഹാം ഹിച്ച് 1974 ഡെവലപ്പ് ചെയ്ത മോഡലാണ്. നമുക്ക് ഇവരിത് ചെയ്ത് 1 കൊല്ലത്തിന് ശേഷമാണ് ക്രെയ്ഗ് എക്സ്പെരിമെന്റ് നടത്തുന്നത്. അപ്പൊ ഇതൊരു ഡിഫറെന്റ് മോഡലാണ് നമ്മളിവിടെ നോക്കുന്നത്. ശരിക്കും ഈ ഒരു മോഡൽ നമുക്ക് ഷോർട്ട് ടേം മെമ്മറിയുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ ഉണ്ടല്ലോ മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ ഇവര് ചെയ്തതെന്ന് പറഞ്ഞാല് ഇവരിവിടെ വർക്കിംഗ് മെമ്മറി എന്ന ആ ഒരു കോൺസെപ്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചിരുന്നത് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് വർക്കിംഗ് മെമ്മറി ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്, അല്ലെ? അപ്പൊ വർക്കിംഗ് മെമ്മറി അവിടെയാണ് നമ്മൾ സാമ്പാർ വയ്ക്കുന്നതിന് മുമ്പേ അരിഞ്ഞെടുക്കുന്ന പച്ചക്കറികളെല്ലാം. സോ ആ വർക്കിംഗ് പാർട്ടാണ് ഈ ഒരു വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്. ഇത് ഡൈനമിക് ആണ്. ഡൈനമിക് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സ്റ്റാറ്റിക്. അപ്പൊ ഡൈനമിക് എന്ന് പറഞ്ഞാല് അതിന് പല രീതിയിൽ മാറാനും തിരിയാനും സാധിക്കും. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ അത് അതേ കണക്ക് നിലനിൽക്കും, അതിന് മാറാനും തിരിയാനും ഒന്നും സാധിക്കില്ല. അപ്പൊ ഷോർട്ട് ടേം മെമ്മറി അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത് ഒരു ഡൈനമിക് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. അത് ഒരു സ്റ്റാറ്റിക് സ്റ്റോർ അല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ വിചാരിച്ചിരുന്ന എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതും എന്താണ്, ഇത് ഒരു ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് ഒരു ചെറിയ സമയത്തേക്കുള്ള ഒരു സ്റ്റോറേജ് എന്ന് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ അത് സംസാരിച്ചിരുന്നല്ലേ. അപ്പൊ ഇവര് പറയുന്നത് അങ്ങനെയല്ല, അതിനെ ഉചിതമായിട്ട് നമ്മൾ കാണേണ്ടിയത് അതിലും ബെറ്റർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ദ വർക്കിംഗ് മെമ്മറി. അപ്പോൾ ട്രഡീഷണൽ മോഡൽസിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷോർട്ട് ടേം മെമ്മറിയെ ഒരു പാസീവ് ആയിട്ടുള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. പാസീവ് ആണ്, ആക്റ്റീവ് അല്ല. പാസീവ് ആയിട്ടുള്ള ഒരു 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 ടെമ്പററി കുറച്ച് നേരത്തേക്കുള്ള ഒരു സ്റ്റോറേജ് എന്ന നിലയിൽ. പക്ഷേ ഈ വർക്കിംഗ് മെമ്മറി മോഡൽ വന്നപ്പോഴത്തേക്ക് അതിനകത്ത് പ്രധാനമായിട്ട് അവർ പറയുന്നത് ആക്റ്റീവ് ആയിട്ടുള്ള മാനിപ്പുലേഷൻ അവിടെ നടക്കുന്നു. ഒരു പക്ഷേ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും, അല്ലേ? നമ്മൾ ചിന്തിക്കുന്നതാണ് ഒരു പക്ഷേ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതാണ് ആക്റ്റീവ് ആയിട്ടുള്ള മാനിപ്പുലേഷനും ഇൻഫർമേഷന്റെ പ്രോസസ്സിംഗ് അവിടെ നടക്കുന്നു എന്ന് പറയാം. ആൻഡ് ദിസ് മോഡൽ ഓൾസോ എക്സ്പ്ലെയിൻസ് ഹൗ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വെർബൽ ഇൻഫർമേഷൻ ആകാം, വിഷ്വൽ ഇൻഫർമേഷൻ ആകാം, സ്പേഷ്യൽ ഇൻഫർമേഷൻ ആകാം. സ്പേഷ്യൽ ഇൻഫർമേഷൻ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ വെർബൽ, വിഷ്വൽ, സ്പേഷ്യൽ അങ്ങനെയുള്ള ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷനെ പ്രോസസ് ചെയ്യുന്ന സ്ഥലവുമാണ്. അറ്റ് ദ സെയിം ടൈം അത് ടെമ്പററി ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ടെമ്പററി സ്റ്റോറേജ് എന്നുള്ളതല്ല ഇതിന്റെ പ്രധാന ജോലി. പ്രധാന പ്രവൃത്തി എന്ന് പറയുന്നത് ആ ഇൻഫർമേഷനെ മാനിപ്പുലേറ്റ് ചെയ്യുക, പ്രോസസ് ചെയ്യുക, അറ്റ് ദ സെയിം ടൈം ടെമ്പററി ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇറ്റ് ഓൾസോ കോർഡിനേറ്റ്സ് ഓൺഗോയിങ് കോഗ്നിറ്റീവ് ടാസ്ക്സ്. ഓൺഗോയിങ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഒരു പക്ഷേ ഒരു പ്രോബ്ലം സോൾവിങ്, അല്ലെങ്കിൽ ഒരു റീസണിങ്, അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ. പ്രോബ്ലം സോൾവിങ് എന്താ, തനി മലയാളത്തിലോട്ടൊന്നും അതിനെ നമ്മൾ വിവർത്തനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്ന പരിഹാരം. ഒന്നുകിൽ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കാണും. ഓക്കെ, അപ്പോ അതിന്റെ പരിഹാരത്തിന്റെ ചിന്തകൾ നടക്കുന്നത് എവിടെയാണ്? ഷോർട്ട് ടേം മെമ്മറി. ഇനി അതല്ലെങ്കിൽ നമ്മൾ റീസണിങ്, ഒരു കാരണം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു.
അപ്പൊ അതെവിടെയാണ് അതിന്റെ പ്രവർത്തനം നടക്കുന്നത്? ഷോർട്ട് ടേം മെമ്മറിയിൽ. ഇനി കോംപ്രിഹെൻഷൻ, എന്തെങ്കിലും ഒന്നിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അപ്പൊ അതിന്റെ പ്രവർത്തനം നടക്കുന്നത് ഷോർട്ട് ടേം മെമ്മറിയിലാണ്. അപ്പം ഈ ഒരു മോഡൽ ആണ്, അതല്ലെങ്കിൽ ഈ വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്ന ഈ ഒരു മോഡലിനെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ കമ്പോണൻസ് ഉള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ കമ്പോണൻസിന് അവർ കൊടുത്തിരിക്കുന്ന പേരിൽ ഒന്നാണ് സെൻട്രൽ എക്സിക്യൂട്ടീവ്, മറ്റൊന്ന് ഫോണോളജിക്കൽ ലൂപ്പ്, മറ്റൊന്ന് വിഷ്വോസ്പേഷ്യൽ സ്കെച്ച് പാഡ്, മറ്റൊന്ന് എപ്പിസോഡിക് ബഫർ. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് എന്താ പറയണ്ടേ, അപ്പൊ ഇവര് 4 കമ്പോണന്റ്, അതായത് ഷോർട്ട് ടേം മെമ്മറി ഒരു ആക്റ്റീവ് സിസ്റ്റം ആണെന്നും ആ ഷോർട്ട് ടേം മെമ്മറിക്ക് 4 കമ്പോണൻസ് ഉണ്ട് എന്നുള്ളതാണ് ശരിക്കും അവരവിടെ പറയുന്നത്. അപ്പൊ ഇനി ഈ ഓരോ കമ്പോണന്റും എന്താണ് എന്ന് നമുക്ക് നോക്കാം. സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്താണ്? സെൻട്രൽ എക്സിക്യൂട്ടീവ്, ഓക്കെ, അപ്പൊ അതിന് സെൻട്രൽ എന്ന വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ്, ഒരു കമ്പനിയുടെ എക്സിക്യൂട്ടീവ് എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പൊ ഇതാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കമ്പോണന്റ്. ഈ 4 എണ്ണത്തിൽ, അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറിയുടെ ഈ 4 കമ്പോണൻസിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ളത് ഈ ഒരു എന്താ പറയേണ്ടത് കമ്പോണന്റ് ആണ്. ആൻഡ് ഇതിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ദിസ് ഇസ് ദ കൺട്രോൾ സെന്റർ. ആ ഒരു ഫുൾ സിസ്റ്റത്തിനെ നമ്മൾ എടുക്കുന്ന എന്താണ്? നമ്മുടെ വർക്കിംഗ് മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി ഇസ് ദ ഫുൾ സിസ്റ്റം. ആ ഫുൾ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ഒരു സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോ കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? കോർഡിനേഷൻ ഓഫ് അതർ സബ് സിസ്റ്റംസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ കോർഡിനേറ്റ് ചെയ്യണം അല്ലെ, എല്ലാം മറ്റ് സബ് സിസ്റ്റംസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിലല്ലേ എല്ലാവരും കൂടെ ചേർന്ന് ഒരേ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ മറ്റ് സബ് സിസ്റ്റംസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഫോണോളജിക്കൽ ലൂപ്പ് ഒരു സബ് സിസ്റ്റമാണ്, വിഷ്വോസ്പേഷ്യൽ സ്കെച്ച് പാഡും ഒരു സബ് സിസ്റ്റമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഓരോ ടാസ്കിന് ആവശ്യമായ അറ്റൻഷൻ എലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൺട്രോൾ സിസ്റ്റം ചെയ്യുന്നത്. ഓരോ ടാസ്കിന്, ഇന്ന ടാസ്കിന് ഇത്ര അറ്റൻഷൻ വേണം, അത്ര അറ്റൻഷൻ വേണം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അങ്ങനെയാണ് എന്താ പറയേണ്ടത്, ഈ ഒരു കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആ കൊഗ്നിറ്റീവ് പ്രോസസ്സിനെ എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, അപ്പോ സെൻട്രൽ എക്സിക്യൂട്ടീവ് അതിന്റെ ഫംഗ്ഷൻ എന്താണ്? It directs attention and selects which information should be processed within the working memory system. അവിടെ നിന്നാണ് തീരുമാനങ്ങൾ വരുന്നത്. ഏതിന് അറ്റൻഷൻ കൊടുക്കണം, ആൻഡ് എന്താ പറയേണ്ടത്, എന്ത് ഇൻഫർമേഷൻ ഇവിടെ പ്രോസസ് ചെയ്യണം എന്നുള്ളത്. ആൻഡ് ഇറ്റ് ഓൾസോ ഡിസൈഡ്സ് വിച്ച് ഇൻഫർമേഷൻ ടു ഫോക്കസ് ഓൺ. ഏത് ഇൻഫർമേഷനിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യണം, ഏത് ടാസ്കിന് പ്രാധാന്യം കൊടുക്കണം, എപ്പോൾ ടാസ്കുകൾ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് മാറിയും തിരിഞ്ഞും വരണം. ആൻഡ് മറ്റ് റിസോഴ്സസ്, എന്തൊക്കെ റിസോഴ്സസ് ഇനി വേണം, അത് മറ്റ് സബ് സിസ്റ്റംസിന് എന്തൊക്കെ കൊടുക്കണം. അപ്പൊ ഈ സെൻട്രൽ എക്സിക്യൂട്ടീവിന്റെ പണി ഒരു കൺട്രോളിംഗ് മാത്രമേ ഉള്ളൂ. സെൻട്രൽ എക്സിക്യൂട്ടീവ് ഡസ് നോട്ട് സ്റ്റോർ ഇൻഫർമേഷൻ. പക്ഷേ സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ് ഇവിടുത്തെ സൂപ്പർവൈസർ. ഓക്കെ, ഇനി ഇതിന്റെ കപ്പാസിറ്റി, ഓക്കെ, ഇതിവിടെ സ്റ്റോർ ചെയ്യുന്നില്ല, പക്ഷെ അത് പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊരു തരത്തിലുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ സെൻട്രൽ എക്സിക്യൂട്ടീവ് വളരെ എസെൻഷ്യൽ ആണ് നമുക്ക് മൾട്ടി ടാസ്കിങ്ങിന് വേണ്ടിയിട്ടും, നമുക്ക് ആ ഒരു അറ്റൻഷനെ തന്നെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ അതിന്റെ കപ്പാസിറ്റി വളരെ ലിമിറ്റഡ് ആണ്, കപ്പാസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ടാണ് അതിന് മെമ്മറി കപ്പാസിറ്റി ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. This means it can only handle a certain number of tasks or processes at one time. അപ്പോൾ അതിന്റെ കപ്പാസിറ്റി ലിമിറ്റഡാണ്. കപ്പാസിറ്റി ലിമിറ്റഡ് ആയതുകൊണ്ട് ഒരു എന്താ പറയേണ്ടത്, ഒരു നിശ്ചിത അളവിലുള്ള അല്ലെങ്കിൽ ഒരു നിശ്ചിത എണ്ണത്തിലുള്ള ടാസ്കുകൾ മാത്രമേ അറ്റ് എ ടൈം ഇതിന് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം മൾട്ടിപ്പിൾ ടാസ്കിന് വരുമ്പോഴോ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടാസ്ക്, ഒന്നിലധികം ടാസ്കുകൾക്ക് ഒരേ സമയത്ത് അറ്റൻഷൻ വരേണ്ട ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴോ, സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ് ഇവിടെ ആ ഒരു കൊഗ്നിറ്റീവ് റിസോഴ്സസിനെ വളരെ കെയർഫുൾ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ പഠിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു എക്സാമ്പിൾ നമുക്കിവിടെ നോക്കിയാലോ. ഒരു ഇൻഡിവിജ്വൽ ഒരു കണക്കിന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു.
അതേ സമയത്ത് ആ വ്യക്തി അടുത്തിരിക്കുന്ന കൂട്ടുകാരനുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പൊ സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്താ ചെയ്യേണ്ടത്? സെൻട്രൽ എക്സിക്യൂട്ടീവ് ഇവിടെ ഈ രണ്ട് ആക്ടിവിറ്റീസിനും അറ്റൻഷൻ കൊടുത്തോണ്ടിരിക്കുക അല്ലെ? രണ്ട് ആക്ടിവിറ്റീസിനും മാറിയും തിരിഞ്ഞും, അല്ലെങ്കിൽ ഒരേ സമയത്ത് എന്റെ കൈ പ്രവർത്തിക്കുകയും ചെയ്യുന്നു, ഞാൻ സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരേ സമയത്ത് എന്താ പറയേണ്ടത്? അറ്റൻഷൻ മാറിയും തിരിഞ്ഞും കൊടുത്തുകൊണ്ടേയിരിക്കും. അതാണ് ഈ സെൻട്രൽ എക്സിക്യൂട്ടീവിന്റെ ഫംഗ്ഷനും അതിന്റെ ആ ഒരു കപ്പാസിറ്റിയും എന്നുള്ളത്. Now let us look at what is this phonological loop. Phonology is to do with sound എന്നുള്ളത്. സോ ഈ ഫോണോളജിക്കൽ ലൂപ്പിന്റെ പ്രധാന ജോലി അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ഒന്ന് ആൻഡ് ടെമ്പററി ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ആണ്. പക്ഷേ എന്തിൻ്റെത്? ഓഫ് വേർബൽ അല്ലെങ്കിൽ ഓഡിറ്ററി ഇൻഫർമേഷൻ. വേർബൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന വാക്കുകൾ, ഓഡിറ്ററി നമ്മൾ കേൾക്കുന്നതും സൗണ്ടും, ഇതെല്ലാം അതിനകത്ത് വരും. അപ്പോൾ ഫോണോളജിക്കൽ ലൂപ്പിന് ഇപ്പൊ രണ്ട് പണിയാണുള്ളത്. പ്രോസസ് ചെയ്യണം. ഈ വേർബൽ ആയിട്ട് നമുക്ക് കിട്ടുന്നത്, നമ്മൾ കേൾക്കുന്ന സൗണ്ടുകളെയും വാക്കുകളെയും നമ്മൾ സംസാരിക്കുന്നതിനെയും കേൾക്കുന്നതിനെയും ഒക്കെ ഒന്ന് അതിനെ പ്രോസസ് ചെയ്യണം, അതിനെ നടത്തിക്കൊണ്ട് പോകണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം അത് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാനും അവിടെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ റോളിന്റെ കാര്യം നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ വേർബൽ മെമ്മറി അല്ലെങ്കിൽ വേർബൽ ആയിട്ടുള്ള ടാസ്കുകൾക്കുള്ള ഒരു മെമ്മറി ആണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പുതിയൊരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നു, പുതിയൊരു ലാംഗ്വേജ്, ചൈനീസോ സ്പാനിഷോ ഡച്ചോ എന്തെങ്കിലും ഒരു പുതിയ ഫ്രഞ്ചോ അങ്ങനെ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോഴത്തേക്ക് ഈ ഫോണോളജിക്കൽ ലൂപ്പാണ് അവിടെ കയറി പ്രവർത്തിക്കുന്നത്. ഇനി ആരുടെയെങ്കിലും ഫോൺ നമ്പർ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രവർത്തനം നടക്കുന്നത് ഫോണോളജിക്കൽ ലൂപ്പിലാണ്. ഓക്കെ, ഇനി ആരെങ്കിലും നമ്മളടുത്ത് പറഞ്ഞു തന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കേട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? വേർബൽ ഇൻസ്ട്രക്ഷൻ എഴുതി തന്നിട്ടില്ല, അത് വാക്കാൽ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവിടെ പ്രവർത്തിക്കുന്നത് ഫോണോളജിക്കൽ ലൂപ്പാണ്. അപ്പോ ഈ ഫോണോളജിക്കൽ ലൂപ്പിനെ തന്നെ രണ്ട് കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരെണ്ണം എന്ന് പറയുന്നത് ഇസ് ദ ഫോണോളജിക്കൽ സ്റ്റോർ. ഫോണോളജിക്കൽ സ്റ്റോർ എന്ന് പറയുന്നത് നാടൻ ഭാഷയെ പറഞ്ഞ നമ്മുടെ ഉള്ളം ചെവി, ഇന്നർ ഇയർ എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കമ്പോണന്റ് എന്താ ചെയ്യുന്നത്? ഇത് സൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷനെ ഒരു ഷോർട്ട് പീരീഡിന് വേണ്ടിയിട്ട് അവിടെ പിടിച്ചു നിർത്തും. ഈ ഷോർട്ട് പീരീഡ് എത്രയാ? 1 അല്ലെങ്കിൽ 2 സെക്കൻഡ് മാത്രം. അപ്പോൾ സോ വാട്ട് ഇസ് ഇറ്റ് ഡൂയിങ്? ഇറ്റ് പാസീവ്ലി റീറ്റെയിൻസ് ഓഡിറ്ററി ഇൻഫർമേഷൻ ഇൻക്ലൂഡിംഗ് ബോത്ത് സ്പോക്കൺ വേർഡ്സ് ആൻഡ് സൗണ്ട്സ്. നമ്മൾ പറഞ്ഞു കേൾക്കുന്ന വാക്കുകളും നമ്മൾ കേൾക്കുന്ന സൗണ്ടും ഇതിനെയൊക്കെ ഓഡിറ്ററി ഇൻഫർമേഷൻ എന്ന് ബേസിക്കലി നമുക്ക് പറയാം. ഓഡിയോ സിഗ്നൽസ് അല്ലെ, ഓഡിറ്ററി ഇൻഫർമേഷനെ ടെമ്പററി ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്നുള്ളത്. ആൻഡ് ഇതിന്റെ മറ്റൊരു കമ്പോണന്റ് ആണ് ആർട്ടിക്കുലേറ്ററി റിഹേഴ്സൽ പ്രോസസ്. ഇതെല്ലാം നിങ്ങളുടെ നോട്ട്സിലുണ്ട്. ആർട്ടിക്കുലേറ്ററി റിഹേഴ്സൽ പ്രോസസ് എന്താണ്? ഇന്നർ വോയിസ് ആണ്. ഇന്നർ വോയിസ് എന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ കേൾക്കുന്ന ആ ഒരു ശബ്ദം, അതല്ലേ ഇന്നർ വോയിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കമ്പോണന്റ് എന്താണ് ചെയ്യുന്നത്? ദിസ് അലൗസ് ഫോർ ദ റിഹേഴ്സൽ ആൻഡ് റെപ്പറ്റീഷൻ ഓഫ് ഓഡിറ്ററി ഇൻഫർമേഷൻ. അതെന്തിനാണ് ഈ റിഹേഴ്സലും റെപ്പറ്റീഷനും ചെയ്യുന്നത്? അത് ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് മറഞ്ഞു പോകാതെ അതിനെ ആക്റ്റീവായിട്ട് അവിടെ നിലനിർത്തണം. നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് കേട്ട് നമുക്കത് എങ്ങനെയാണ് പറയുന്നതെന്ന് നമുക്ക് പഠിക്കണം. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിനെ മനസ്സിൽ പറയും. അതാണ് നമ്മുടെ ഇന്നർ വോയിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ പറയുന്നത് എന്തിനാണ്? ആ ഷോർട്ട് ടേം മെമ്മറിയിൽ കുറച്ച് കൂടുതൽ നേരം അതിനെ അവിടെ നിലനിർത്തുക. സോ ഈ ആർട്ടിക്കുലേറ്ററി റിഹേഴ്സൽ എന്ന് പറയുന്നത് ശരിക്കും ഇൻഫർമേഷനെ ഒന്ന് റിഫ്രഷ് ചെയ്യും. ആ ഒരു ഫോണോളജിക്കൽ സ്റ്റോർ ഹൗസിൽ വെച്ചിട്ടുള്ള ഇൻഫർമേഷനെ റിഫ്രഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതിന്റെ ഡി കെ എന്താണെന്ന് അറിയാമല്ലോ. അതിന്റെ ഡി കെ പെട്ടെന്ന് നടക്കാതെ അത് പ്രിവെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ഫോൺ നമ്പർ നമ്മൾ ഓർക്കാനായിട്ട് ശ്രമിക്കുന്നതിന്റെ നോക്കിയാൽ മതി. അതിനെ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ അതിനെ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതൊരു പക്ഷേ മനസ്സിൽ ഓർത്ത് നിൽക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് അല്ലെ. ഇനി അടുത്തത് നമ്മുടെ വിഷ്വോസ്പേഷ്യൽ സ്കെച്ച് പാഡ് ആണ്. എന്താണ് ഈ വിഷ്വോസ്പേഷ്യൽ സ്കെച്ച് പാഡ് എന്ന് പറയുന്നത്? വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻഫർമേഷൻ, ഈ രണ്ട് കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. വിഷ്വൽ ഇൻഫർമേഷൻ എന്താണെന്നും സ്പേഷ്യൽ ഇൻഫർമേഷൻ എന്താണെന്നും. അപ്പോ ഈ
സ്കെച്ച് പാഡ്, വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻഫർമേഷൻ. ആൻഡ് ഇതിന്റെ റോൾ എന്ന് പറയുന്നത് ഇറ്റ് വിൽ വർക്ക് ഓൺ ഓൾ ടാസ്ക് ദാറ്റ് റിക്വയർ the manipulation and temporary storage of images or spatial relationships. Spatial relationships. നമ്മൾ ഇരിക്കുന്ന റൂമിൽ എന്തൊക്കെ ഫേർണിച്ചർ അവിടെ ഇരിപ്പുണ്ട്, ആ ഫേർണിച്ചർ നമ്മളിൽ നിന്ന് എത്ര അകലത്തിലിരിക്കുന്നു, അല്ലെ നമ്മൾ അതിന്റെ അടുത്ത് എത്ര അടുത്ത് നിൽക്കുന്നു, നമ്മളെ കാല് എവിടെ നമ്മൾ വെച്ചു എന്നൊക്കെ ഉള്ളത് നമുക്ക് തരുന്ന ആ സിഗ്നൽസ് ഉണ്ടല്ലോ, അതാണ് വിഷ്വോ സ്പേഷ്യൽ. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രവർത്തനവും അങ്ങനെയുള്ള ചിന്തകളുടെ രൂപീകരണവും അങ്ങനെയുള്ള സംഗതികളുടെ ടെമ്പററി സ്റ്റോറേജുമാണ് ഈ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് എന്ന് പറയുന്നത്. ഇതിനെ പലപ്പോഴും ഇന്നർ ഐ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് മെന്റൽ ഇമേജസ് ആൻഡ് ആ ഒരു വിഷ്വൽ സീൻസ് നമ്മൾ കണ്ടത് ഓർത്ത് വെക്കാനായിട്ട്. അത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്ന് നമ്മൾ പറയാറില്ലേ, അങ്ങനെയുള്ള ആ സംഗതികൾ. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇൻഫർമേഷൻ അത് പ്രോസസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ? അപ്പിയറൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, അല്ലെങ്കിൽ വിഷ്വൽ ഇൻഫർമേഷൻ എന്ന് പറയാം. ഇനി അതും അല്ലെങ്കിൽ സ്പേഷ്യൽ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഓരോന്നിന്റെ ലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ വ്യക്തികൾക്ക് ഓബ്ജക്ട്സിനെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് കാണിക്കും നമ്മുടെ ആ ഒരു എന്താ പറയേണ്ടത്, നമ്മുടെ മൂവ്മെന്റ്സിൽ വെൻ വി ആർ മൂവിങ് അറൌണ്ട് ഇൻ സ്പേസ്. അത് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് കൃത്യമായിട്ടുള്ള നാവിഗേഷൻ, എവിടെയും തട്ടി വീഴാതെ നമുക്ക് നടക്കാനായിട്ട് കഴിയുള്ളൂ. ഇനി നമുക്ക് പസിൽസ് സോൾവ് ചെയ്യണമെങ്കിൽ, നമുക്ക് മാപ്സ് വായിച്ച് മനസ്സിലാക്കണമെങ്കിലൊക്കെ ഇവിടെയാണ് അതിൻ്റെ ആ ഒരു പ്രവർത്തനം നടക്കുന്നത്. ഇനി ആ ഒരു ഫോണോളജിക്കൽ ലൂപ്പിന്റെ പോലെ തന്നെയാണ് ഇതിന്റെ കപ്പാസിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് കപ്പാസിറ്റി തന്നെയാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഓൺലി ഹോൾഡ് ആൻഡ് മാനിപ്പുലേറ്റ് എ സർട്ടൻ എമൗണ്ട് ഓഫ് വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇൻഫർമേഷൻ അറ്റ് എ ടൈം. ഒരു സമയത്ത് അതിന് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്കുള്ളത് എപ്പിസോഡിക് ബഫർ എന്നുള്ളതാണ്. സോ ഇത് പിന്നീട് ആഡ് ചെയ്ത് ചേർത്ത ഒരു കമ്പോണന്റ് ആണ് ഈ എപ്പിസോഡിക് ബഫർ എന്നുള്ളത്. അത് ശരിക്കും വർക്കിംഗ് മോഡലിൽ അവർ 2000-ലാണ് ഇത് ആഡ് ചെയ്തത്. ആൻഡ് പാഡലി ഇസ് ദ വൺ ഹു ആഡഡ് ദിസ് ഇൻ ടു ദ ഒറിജിനൽ മോഡൽ എന്നുള്ളത്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? ഇറ്റ് സെർവ്സ് ആസ് എ ടെമ്പററി സ്റ്റോറേജ് സിസ്റ്റം. അപ്പൊ ഇതൊരു ടെമ്പററി സ്റ്റോറേജ് സിസ്റ്റം ആണ് എല്ലാത്തിൻ്റെയും, അതായത് ഫോണോളജിക്കൽ ലൂപ്പിന്റെയും വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡിന്റെയും ലോങ് ടേം മെമ്മറിയുടെയും ഒരു ടെമ്പററി സ്റ്റോറേജ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയേണ്ടത്? നമുക്ക് ഈ ഇൻഫർമേഷൻ എല്ലാം ഒരിടത്ത് സ്വരുക്കൂട്ടി വരണമല്ലോ. അപ്പോൾ അതാണ് ശരിക്കും ഈ ഒരു സിസ്റ്റം ഇവിടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ എപ്പിസോഡിക് ബഫറിന്റെ ഫംഗ്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് അലൗസ് ഫോർ ദ ഇന്റഗ്രേഷൻ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. അപ്പൊ നമുക്കറിയാം പല സോഴ്സസ്, അപ്പൊ ഈ ഫോണോളജിക്കൽ ആയിരുന്നാലും വിഷ്വൽ സ്പേഷ്യൽ ആയിരുന്നാലും ശരി, അതിനെല്ലാം പല സോഴ്സസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ് അല്ലെ. അപ്പോൾ ഈ ഡിഫറെന്റ് സോഴ്സസിൽ നിന്ന് വരുന്ന ആ ഒരു ഇൻഫർമേഷനെ ഇറ്റ് ഈസ് stored into one single multi-model representation എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ അതിന് വെർബൽ ഇൻഫർമേഷനും വിഷ്വൽ ഇൻഫർമേഷനും സ്പേഷ്യൽ ഇൻഫർമേഷനും ഒക്കെ കമ്പൈൻ ചെയ്യാം എന്നുള്ളത്. ഇറ്റ് ക്യാൻ കമ്പൈൻ ഇൻഫർമേഷൻ, ഇറ്റ് ക്യാൻ റിലേറ്റ്, കമ്പൈൻ ചെയ്യാം. ആൻഡ് കമ്പൈൻ ചെയ്ത് ലോങ് ടേം മെമ്മറി ആയിട്ടുള്ള ഇൻഫർമേഷൻ എവിടെയാണ് ഇതിന്റെ ബാക്കി കിടക്കുന്നത് അതിനെ കണക്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പോ എന്താ പറയേണ്ടത്? ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി ട്രേസ് ഇവിടെ നടത്താനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രോസസ് ഉള്ളത് കൊണ്ടാണ് വ്യക്തികൾക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഇവന്റുകളും ഇനി അതും അല്ലെങ്കിൽ എന്താ പറയേണ്ടത് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻസ് ഉള്ള സംഗതികളും ഓർത്തെടുക്കാനായിട്ട് കഴിയുന്നത് ഇതുകൊണ്ടാണ്. അപ്പോ ഇതിനും ലിമിറ്റഡ് കപ്പാസിറ്റി തന്നെയാണുള്ളത്. എന്താ പറയേണ്ടത് മറ്റ് വർക്കിംഗ് മെമ്മറിയുടെ മറ്റ് സബ് സിസ്റ്റംസ് പോലെ. പക്ഷേ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ടാസ്ക് ദാറ്റ് നീഡ് ഇന്റഗ്രേഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ. പല തരത്തിലുള്ള ഇൻഫർമേഷനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒന്നാക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് നമ്മൾ കഴിഞ്ഞ വർഷം അറ്റൻഡ് ചെയ്ത ഒരു വിവാഹം, അപ്പൊ വിവാഹത്തിൽ എന്തൊക്കെ തരം ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചു? നമ്മൾ കണ്ട്, നമ്മൾ കേട്ട്, നമ്മൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്, അല്ലേ?
അപ്പോൾ എന്താ പറയണ്ട, ആൾക്കാരുടെ ഇടയിലൂടെ നമ്മൾ മൂവ് ചെയ്ത് നമ്മൾ ഭക്ഷണം എടുക്കാനായിട്ട് പോയി, ഭക്ഷണം എടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് ആരുടെയും പുറത്ത് തട്ടാതെ നമ്മൾ മേശയിലേക്ക് വന്ന് ഇരുന്നു, കഴിച്ചു. അപ്പോൾ എന്താ പറയണ്ടേ, ആ ഒരു 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 ഇൻസിഡന്റ് നമുക്ക് ഓർത്തെടുക്കണമെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഇൻഫർമേഷനെ കോർത്തിണക്കി കൊണ്ടുവരണം. സോ ദിസ് വിൽ ഓൾസോ ബ്രിങ് ബാക്ക് ദ ഇൻഫർമേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പാസ്റ്റ് ഇവന്റ്, ഇനി അതല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി, ഞാൻ നിങ്ങളുടെ നോട്ട്സിൽ ഒരു ബർത്ത്ഡേ പാർട്ടിയാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ബർത്ത്ഡേ പാർട്ടിയാണ് ശരിക്കും എന്താ പറയേണ്ടത്, ആ ബർത്ത്ഡേ പാർട്ടിക്ക് ഒരു പക്ഷേ പാട്ട് പാടുന്നുണ്ടാകും, അത് സൗണ്ട് ആയിട്ട് വരുന്നു. കേക്കും ഡെക്കറേഷനും ഇമേജസ് ആയിട്ട് അവിടെ വരുന്നു. സന്തോഷം ഒരു ഇമോഷനാണ് അല്ലെ, ഫീലിംഗ് ഓഫ് ജോയ് അവിടെയുണ്ട്. അപ്പൊ ഇതെല്ലാം എടുത്ത് കമ്പൈൻ ചെയ്യണം. ഫോണോളജിക്കൽ ലൂപ്പിൽ നിന്ന് എടുക്കണം, വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡിൽ നിന്ന് എടുക്കണം, ലോങ് ടേം മെമ്മറിയിൽ നിന്നും ഇൻഫർമേഷനെ തിരിച്ചു കൊണ്ടുവരണം. ഇപ്പൊ ലോങ് ടേം മെമ്മറിയിൽ, കാരണം കഴിഞ്ഞ വർഷം നടന്ന ഇൻസിഡന്റ്, അപ്പൊ അതിന്റെ ഭാഗങ്ങൾ ലോങ് ടേം മെമ്മറിയിൽ കിടക്കുക. അപ്പോൾ ഇവിടെയാണ് ശരിക്കും എന്താ പറയേണ്ടത്, അതിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള, ഒരു വിവിഡ് ആയിട്ടുള്ള ഒരു മെമ്മറി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി വർക്കിംഗ് മെമ്മറി മോഡൽ എന്നുള്ളത്. അടുത്ത് വൈ ഡു വി ഫൊർഗെറ്റ് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ മറക്കുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു കോൺസെപ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ആൻഡ് വി വിൽ ഡിസ്കസ് ദിസ് ഇൻ ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ വീഡിയോ. ഈ ഒരു പാർട്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിച്ചിട്ട് അടുത്ത പാർട്ടിൽ വൈ വി ഫൊർഗെറ്റ് എന്നുള്ള കോൺസെപ്റ്റ് മുതൽ നമുക്ക് ബാക്കി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് പാർട്ട്. ആൻഡ് എന്താ പറയേണ്ടത്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾക്ക് നോട്ട്സും ക്വിസും ടെസ്റ്റിലൊക്കെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. ആ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് അവിടെ നിന്ന് എടുക്കാം. അതേപോലെ ഇതിന്റെ ആദ്യത്തെ 2 ഭാഗത്തിന്റെ ലിങ്കും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പാർട്ട് 1 പാർട്ട് 2 നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാവുന്നതാണ്. ആൻഡ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ചോദ്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് ഇടാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. Okay, so thank you very much for joining me in this video and wish you all the very best. Have a great day.